ഫ്രാൻസിൽ സർക്കാരിനെതിരെ വൻ പ്രതിഷേധം. പുതിയ പ്രധാനമന്ത്രിയായി സെബാസ്റ്റ്യൻ ലെക്കോനോ ഇന്ന് ചുമതല ഏറ്റെടുക്കാനിരിക്കുകയാണ്. പ്രതിഷേധം ബ്ലോക്ക് എവരിതിങ് എന്ന ഇടത് കൂട്ടായ്മയുടെ പ്രതിഷേധത്തിന് പിന്നാലെ ബോർഡോയിലും ടുലൗസിലും ഗതാഗതം തടസ്സപ്പെട്ടു. 200ഓളം പ്രതിഷേധക്കാരെ ഇന്ന് അറസ്റ്റ് ചെയ്തുവെന്നും വാർത്തയുണ്ട്. പുതിയ പ്രധാനമന്ത്രിയായി സെബാസ്റ്റ്യൻ ലെക്കോനോ സ്ഥാനമേറ്റെടുക്കാനിരിക്കെയാണ് സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ വൻ പ്രതിഷേധമുണ്ടായത്. ബോർഡോയിലും ടുലൗസിലും പ്രതിഷേധക്കാർ റോഡുകൾ തടസ്സപ്പെടുത്തി, ബസ്സുകൾ അഗ്നിക്കിരയാക്കി. 200ലധികം പ്രക്ഷോഭകരെ അറസ്റ്റ് ചെയ്തു. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനാൽ റെയിൽവേ സംവിധാനവും താറുമാറായി. എൺപതിനായിരം സുരക്ഷാ സൈനികരെ പ്രക്ഷോഭ മേഖലയിൽ അധികമായി വിന്യസിച്ചിട്ടുണ്ട്. പ്രതിഷേധക്കാർ കലാപാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി ബ്രൂണോ റിറ്റയിൽ പറഞ്ഞു. നിലവിലെ പ്രധാനമന്ത്രി ഹൊസ്വ ബെയ്റു വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് മുൻ പ്രതിരോധ മന്ത്രിയായ സെബാസ്റ്റ്യൻ ലെക്കോനോയെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തത്. 2022 വീണ്ടും അധികാരത്തിലെത്തിയത് മുതൽ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ രാജി ആവശ്യമുയർത്തി നിരവധി പ്രതിഷേധങ്ങൾ ഫ്രാൻസിലുണ്ടായിട്ടുണ്ട്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.